വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെപ്റ്റംബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സെപ്റ്റംബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 134. 2025 സെപ്റ്റംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 134. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരം ശാസ്താംകോട്ട. രാജ്യത്തെ ആദ്യത്തെ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരം ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് എവിടെയാണ്. ഉത്തരം മൊറോക്കോ. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് എവിടെയാണ്. ഉത്തരം മൊറോക്കോ. 2025 സെപ്റ്റംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 134. രാജ്യത്തെ ആദ്യത്തെ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ശാസ്താംകോട്ട. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് എവിടെയാണ്. മൊറോക്കോ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ആചാര്യ ദേവവ്രത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഉത്തരം മഹാരാഷ്ട്ര. 2025 സെപ്റ്റംബറിൽ ആചാര്യ ദേവവ്രത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായി ആണ് സത്യപ്രതിജ്ഞ ചെയ്ത്. മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഉത്തരം കോവളം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഉത്തരം കോവളം. 2025 സെപ്റ്റംബറിൽ ആചാര്യ ദേവവ്രത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കോവളം. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ പൊട്ടിപ്പോയ അസ്ഥികൾ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യം. ഉത്തരം ചൈന. 2025 സെപ്റ്റംബറിൽ പൊട്ടിപ്പോയ അസ്ഥികൾ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യം ചൈന. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ശാരദ ഹോഫ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരതനാട്യം നർത്തകി. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ശാരദ ഹോഫ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരതനാട്യ നർത്തകി. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പൽ. ഉത്തരം PDI 1383 ഹരിദ്രാസൻ. 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പൽ PDI 1383 ഹരിദ്രാസൻ. അടുത്ത ചോദ്യം, 2025 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 38. 2025 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 38. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ പ്രകാരം ഫിഫ റാങ്കിൽ ഒന്നാമതെത്തിയത് സ്പെയിൻ. 2025 സെപ്റ്റംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് സ്പെയിൻ. 2025 സെപ്റ്റംബറിൽ പൊട്ടിപ്പോയ അസ്ഥികൾ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യം ചൈന. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ശാരദ ഹോഫ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരതനാട്യ നർത്തകി. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പൽ PDI 1383 ഹരിദ്രാസൻ. അടുത്ത ചോദ്യം, 2025 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 38. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് സ്പെയിൻ. അടുത്ത ചോദ്യം, US-നെ മറികടന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈന. US-നെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈന. അടുത്ത ചോദ്യം, IMF-ന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതത് ഡാനിയൽ കാറ്റ്സ്. IMF-ന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. ഉത്തരം ഡാനിയൽ കാറ്റ്സ്.
അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ മോദിയെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയിൽ മോദിയെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇ അനന്ത നാഗേശ്വർ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇ അനന്തൻ നാഗേശ്വർ. അടുത്ത ചോദ്യം, ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി സൂതികാ മിത്രം. ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി സൂതികാ മിത്രം. ഒന്നും കൂടി നോക്കാം. US-നെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈന. IMF-ന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ കാറ്റ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയിൽ മോദിയെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇ അനന്ത നാഗേശ്വർ. ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി സൂതികാ മിത്രം. 2025 സെപ്റ്റംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 134. രാജ്യത്തെ ആദ്യത്തെ മോഡൽ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ശാസ്താംകോട്ട. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് എവിടെയാണ്? മൊറോക്കോ. 2025 സെപ്റ്റംബറിൽ ആചാര്യ ദേവവ്രത് 7 സംസ്ഥാനത്തിൻ്റെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഹാരാഷ്ട്ര. സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് കോവളം. 2025 സെപ്റ്റംബറിൽ പൊട്ടിപ്പോയ അസ്ഥികൾ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യം ചൈന. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ശാരദ ഹോഫ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കും? ഭരതനാട്യം നർത്തകി. 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തിരക്ക് പിടിച്ച ചരക്ക് കപ്പൽ PDI 1383 ഹരിദ്രാസ്. 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 38. 2025 സെപ്റ്റംബർ പ്രകാരം ഫിഫ റാങ്കിൽ ഒന്നാമതെത്തിയത് സ്പെയിൻ. US-നെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈന. IMF-ന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ഡാനിയൽ കാറ്റ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയിൽ മോദിയെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇ അനന്തൻ നാഗേശ്വർ. ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകുന്നതിനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാ മിത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്